രാജേന്ദ്രൻ, ഇപ്പോൾ റഷീദ് പറഞ്ഞ വെച്ച അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ശ്രീ രാജാമണിയോട് ഇക്കാര്യം ഒന്ന് ചോദിക്കാൻ ശ്രമിച്ചാണ്, പക്ഷേ അദ്ദേഹത്തിലേക്ക് ഓരോ സാങ്കേതിക തടസ്സങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ അതിനൊരു വിശദീകരണം നൽകി പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് ലഘൂകരിച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതി അതിനൊരു പരിശ്രമം ഇന്നലെ അടക്കം നടത്തി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? അതിനുശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാകുന്നു. നമ്മളൊരു ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് ആദ്യം ഒരു വെടിനിർത്തൽ വിവരം ലോകത്തെ അറിയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തൻ്റെ ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തൽ നടത്തിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിന് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ഇതിനോട് പ്രതികരിക്കുന്നത്. 4 ദിവസങ്ങൾക്ക് ശേഷം ഈ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് ഒരു വിദേശകാര്യ വക്താവാണോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോട് പ്രതികരിച്ചില്ല? നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ്. ഈ നരേന്ദ്രമോദിയുടെ അഭിസംബോധന അത് ലോകത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. അവരെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചത് എന്താണ് ഇതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണ്, അതിലുള്ള ഇന്ത്യയുടെ നിലപാടെല്ലാം എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിനെപ്പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം 2 ഘട്ടത്തിൽ ഇന്നലെ അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രത്തിൽ ചെന്ന് സൈനികരെല്ലാം അതിനെ അഭിസംബോധന ചെയ്തിരുന്നു. അതിനകത്ത് ഈ കാര്യം പരാമർശിച്ചിട്ടില്ല. പാകിസ്ഥാനെതിരെ അദ്ദേഹം ശക്തമായി പറഞ്ഞു. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് ഞാൻ ഇടപെട്ടാണ് ഇവിടെ വെടിനിർത്തൽ നടത്തിയെന്ന് മാത്രമല്ല അതിലും ഗുരുതരമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 2 രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും പാകിസ്ഥാനും, ഒരുപാട് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്യാം. വ്യാപാര മേഖല നിങ്ങൾ വെടിനിർത്തില്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങളെല്ലാം, വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വ്യാപാര മേഖലയെല്ലാം തന്നെ വലിയ തടസ്സങ്ങൾ നേരിടും. അതെല്ലാം സുഗമമായി ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ വെടിനിർത്തണം. ആ രീതിയിലുള്ളൊരു നിബന്ധന അമേരിക്ക മുന്നോട്ട് വെച്ചു. ആ നിബന്ധന ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അംഗീകരിച്ചു. അങ്ങനെയാണ് വെടിനിർത്തൽ ഉണ്ടായത്. ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതിനെ ശക്തമായി നിഷേധിക്കേണ്ടത്, അതുമല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരവാദിത്തമാണ്. അതിനു പകരം ഈ ട്രംപിൻ്റെ ഇടപെടൽ കഴിഞ്ഞ് ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന അദ്ദേഹം ഈ നിലപാട് ലോകത്തെ അറിയിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം വിദേശകാര്യ ഒരു വക്താവ്, വിദേശകാര്യ സെക്രട്ടറി പോലുമല്ല, വിക്രം മിശ്രി പോലുമല്ല പറഞ്ഞു. അത് ഇന്നലെ ഈ ഒരു വിദേശകാര്യ വക്താവ് അദ്ദേഹമാണ് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്നത്. ഇപ്പോഴും പ്രധാനമന്ത്രി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു, അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ അടിയന്തരമായി ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു ചേർക്കേണ്ടതാണ്. അതും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ പ്രസ്താവനയിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. ഇതെന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്.